ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് വെറൈറ്റി ഒരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഉച്ചയൂണിന് പറ്റിയ അടിപൊളി ഒരു തോരനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി നന്നായിട്ട് കുക്കറിലിട്ട് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അരപ്പ് കൂടി എടുക്കണം. ഒരു അരമുറി തേങ്ങ ചണ്ടിയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാന്താരി മുളക്, കുഞ്ഞുള്ളി, ഇത്രയും നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചേനത്തണ്ടാണ്. നല്ല ചേനത്തണ്ട് കിട്ടുന്ന സീസണാണ്. ഇതുപോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല കറിയൊക്കെ തയ്യാറാക്കാം. നല്ല തോരനൊക്കെ തയ്യാറാക്കാൻ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇതിൻ്റെ തൊണ്ട് പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറി വെക്കാനായിട്ട് പോകുന്നത്. അതല്ലെങ്കിൽ തൊണ്ട് ചെറുതായിട്ടിങ്ങനെ വേവാതെ കിടക്കും. ഇഷ്ടമുള്ളവർക്ക് ഇത് കളയാതെ തന്നെ കറി വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതൊന്ന് പൊളിച്ച് കളയുന്നുണ്ട്. ചെറിയ 3 തണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3ഉം തൊണ്ട് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. തൊണ്ട് കളഞ്ഞ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കൊത്തിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. ഇനി ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അരിഞ്ഞെടുത്താൽ മതി. ഇത് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ ചേനത്തണ്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇത് ഉപ്പിട്ട് തിരുമ്മുന്തോറും അതിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങി വരും. നല്ലപോലെ വെള്ളമുള്ള ഒരു തണ്ടാണിത്. അതുകൊണ്ട് തന്നെ നിന്നുള്ള വെള്ളമെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞ് കളയണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഉപ്പിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ അതിൽ നല്ലപോലെ പൊങ്ങി വരും. കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിതുപോലെ ഉപ്പ് തിരുമ്മിയതിന് ശേഷം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം അത് പൊങ്ങി വരും. അത് നമ്മൾ പിഴിഞ്ഞ് വേണം പിന്നെ കറിക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് വെക്കുന്നത്. ഇനി കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കിതിലെ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുക്കാം. ഇതുപോലെ വെള്ളം പിഴിഞ്ഞ് കളയണം. നല്ലപോലെ വെള്ളം ഇതിലുണ്ടായിരിക്കും. അത് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇനി തോരൻ വെക്കാം. നമ്മൾ ഈ ഉപ്പ് തിരുമ്മി വെച്ചതിന് ശേഷമാണ് ഇത് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കറി വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കരുത്. നമ്മളിത് കറി തയ്യാറാക്കി എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേനത്തണ്ടിലുണ്ട്. അതിനനുസരിച്ച് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാകം ചെയ്യാം. അതിനായിട്ട് നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേനത്തണ്ടൊന്ന് ചൂടായാൽ തന്നെ അത് വേവുന്നതാണ്. അത് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറാൻ വേണ്ടി മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനി പയറാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ചേനത്തണ്ടിന് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഇത് നമ്മൾ ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് മുഴുവനായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരുപാട് മിക്സ് ചെയ്താൽ കുഴഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി അരപ്പിനൊന്ന് ആവി വന്നാൽ നമ്മുടെ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം. പയറൊക്കെ നല്ലപോലെ വെന്തതാണ്. അതുപോലെ ചേനത്തണ്ട് ഒന്ന് ചൂടായാൽ തന്നെ വേവുന്നതാണ്. ഇനി അരപ്പും കൂടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറുതെ വേണേലും കഴിച്ചു പോകുന്ന തോരനാണ്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. കൂണ് തോരനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ മണവും രുചിയൊക്കെ ഏകദേശം കൂണ് തോരനോട് സാമ്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം കറി റെഡിയാണ്. ഇനി നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ അടിപൊളിയൊരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഉപ്പ് വേണമെന്നുള്ളത് നമുക്ക് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നമുക്കിപ്പോൾ കറിക്ക് ഉപ്പ് പാകത്തിനാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.